ഗൾഫിലെ പ്രവാസികൾക്ക് ഇപ്പോൾ സ്വർണം വാങ്ങാൻ സുവർണാവസരമാണെന്ന് പറയുന്നുണ്ട്. നാട്ടിലേതിനേക്കാൾ 15% വില കുറഞ്ഞ് ഗൾഫിൽ സ്വർണം കിട്ടുമെന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ത്യ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% ഉയർത്തി. അത് GCC രാജ്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്, ഒരു അവസരമാണ്. കാരണം ഇന്ന് ഇന്ത്യയും UAE-യും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏകദേശം 12% കുറവ് ഇന്ന് UAE-യിൽ കാണാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് ദുബായിൽ വിസിറ്റ് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വാറ്റിലും റീഫണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഡിഫറൻസ് ആണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതും അതല്ലെങ്കിൽ GCC-യിൽ പ്രത്യേകിച്ചും ദുബായിലും UAE-യിലും ഒക്കെ സ്വർണം വാങ്ങുമ്പോൾ ആളുകൾക്ക് ലഭിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. കുറഞ്ഞ വിലയ്ക്ക് സ്വർണം കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ നികുതി നിരക്കിലെ വ്യത്യാസമാണ് ഇന്ത്യയിൽ കേരളത്തിൽ സ്വർണ്ണവില കൂടാൻ കാരണം. സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് 6% ഉണ്ടായിരുന്ന നികുതി ഇന്ത്യ 15% വർദ്ധിപ്പിച്ചു. എന്നാൽ 5% മൂല്യവർദ്ധിത നികുതി മാത്രമാണ് UAE-യിലുള്ളത്. 10% വില വ്യത്യാസം ഇങ്ങനെ തന്നെ ഉണ്ടാകും. വിസിറ്റ് വിസയിൽ വരുന്നവരാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് മൂല്യവർദ്ധിത നികുതി പണം അവർക്ക് തിരിച്ചു കിട്ടും. ഇതോടെ ലാഭം 15% വരെയായി. പാരലൽ എക്കണോമി സ്ട്രോങ് ആക്കുന്നുണ്ട്. കള്ളക്കടത്ത് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ ഇന്ത്യക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച്, അതായത് ഒരു 5 പവനോ 10 പവനോ 3 പവനോ ഒക്കെ വാങ്ങുന്നത്, പ്രത്യേകിച്ച് ഒരു കുടുംബം നാട്ടിലോട്ട് പോകുമ്പോൾ, ഒരു ഹസ്ബൻഡും വൈഫും 2 മക്കളുമുള്ള ഒരു കുടുംബമൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഒരു 15-20 പവൻ വരെയൊക്കെ അവർക്ക് ഡ്യൂട്ടി ഫ്രീ അലവൻസ് ആയി കൊണ്ടുപോകാൻ പറ്റുന്നത് വലിയൊരു വില വ്യത്യാസം അവർക്ക് ജ്വല്ലറിയിൽ കിട്ടുന്നുണ്ട്. അത് ഈവൻ പലരും അതൊരു ഒരു ഇൻകം സോഴ്സ് ആയിട്ട്, അതായത് അല്ലെങ്കിൽ അവരെ ഒരു നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ഗോൾഡൊക്കെ എടുത്ത് നാട്ടിൽ പോയി ഉപയോഗിച്ചതിന് ശേഷം അവിടെ വിറ്റ് തിരിച്ച് വരുമ്പോൾ അവർക്കൊരു 1-2 ലക്ഷം രൂപയൊക്കെ ലാഭം കിട്ടി. ഒരു ടിക്കറ്റിന്റെ പൈസ വരെ ചിലപ്പോൾ ലാഭമാവുന്നൊക്കെയാണ് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പറയുന്നത്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഇന്ത്യ കൂട്ടാനുള്ള പ്രധാന കാരണം പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഓരോ വർഷവും ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെ ഇറക്കുമതി 10%-ലധികം വർദ്ധിക്കുന്നുണ്ട്. ഇതിനനുസരിച്ച് വിദേശ വിപണിയിൽ നിന്നും സ്വർണം വാങ്ങണമെങ്കിൽ കരുതൽ ധനം ചെലവിടണം. ഇതോടെ രാജ്യത്ത് ധനക്കമ്മിയുണ്ടാകും, സമ്പദ് വ്യവസ്ഥ തകരും. 2 തരത്തിലാണ് നമുക്ക് റിസർവ് ഉള്ളത്. ഒന്ന് ഫോറക്സ് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനകത്തൊപ്പം തന്നെ ഗോൾഡിൻ്റെ ഉണ്ട്. അതായത് നമുക്ക് 880 ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്കിൻ്റെ പക്കലുള്ള റിസർവ് എന്ന് പറയുന്നത്, കരുതൽ. അത് സ്വാഭാവികമായിട്ട് എല്ലാ സെൻട്രൽ ബാങ്കുകളും സ്വർണം കരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടാൻ കാരണം. കഴിഞ്ഞിടയിൽ എല്ലാ സെൻട്രൽ ബാങ്കുകളും അവർ സ്വർണത്തിൻ്റെ റിസർവ് കൂട്ടിക്കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ചില സെൻട്രൽ ബാങ്കുകളും അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ ഡോളറായിരുന്നു റിസർവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് സ്വർണത്തിലേക്ക് മാറി തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വർണത്തിന് അമിതമായ വില വർധനവിന് കാരണമായത്. ലോകത്ത് ഏറ്റവും അധികം സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കുന്ന 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്നിവയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള മറ്റു രാജ്യങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ കരുതൽ ധനമായി ഡോളറിന് പകരം സ്വർണത്തെ ആശ്രയിക്കുന്നതോടെ വില ഇനിയും കൂടിയേക്കും. മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഓഹരി വിപണികൾ ആടിയുലയുമ്പോൾ സുരക്ഷിത നിക്ഷേപമായി വൻകിട നിക്ഷേപകർ സ്വർണത്തെ ആശ്രയിക്കുന്നുമുണ്ട്. ഇതും സ്വർണ്ണവില കൂടാൻ കാരണമാകും. ഗോൾഡിൻ്റെ പ്രൈസ് ഇനിയും കൂടും. അത് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണമായിട്ട് വരുന്നതായി സ്വർണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വർണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിക്കുമ്പോൾ വീണ്ടും വില കൂടും. ആ വില നമ്മുടെ ഇന്ത്യൻ പ്രൈസിലും UAE-ലെ പ്രൈസിലും അത് നേടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു $4,600 ഒരു ഔൺസിനെന്നുള്ളവരാണ്. അത് 5,000-ലേക്ക് പോകാനുള്ള സാധ്യത വരികയാണ്. അങ്ങനെയാണെങ്കിൽ സ്വർണത്തിന് വില കൂടും. ഇന്ത്യയിലെ വീടുകളിൽ 27,000-ഓളം ടൺ സ്വർണമുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 90% ആഭരണങ്ങളാണ്. സ്വർണ്ണ നാണയങ്ങളോ മറ്റു രൂപത്തിലുള്ള സ്വർണമോ തീരെ കുറവ്. പക്ഷേ നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തെ കാണുമ്പോൾ ആഭരണങ്ങളല്ല ജനങ്ങൾ വാങ്ങേണ്ടത്. സ്വർണ്ണ നാണയം, ബിസ്ക്കറ്റ്, ബാറുകൾ തുടങ്ങി പണിക്കൂലിയില്ലാത്തവ സ്വന്തമാക്കണം.
ഇത് ഭാവിയിൽ ഉണ്ടാകാവുന്ന നഷ്ടം, തേയ്മാനം തുടങ്ങിയവ കുറയ്ക്കാൻ സഹായിക്കും. വില ഇങ്ങനെ കൂടുമ്പോൾ സ്വർണത്തിന്റെ കച്ചവടം കുറയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ആളുകൾ ഹൗസ് ഹോൾഡ് ജ്വല്ലറി വാങ്ങുന്നത് നിർത്തിവെക്കുക, കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടല്ലാതെയാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്വർണം ഇപ്പോൾ കുറച്ചായിട്ട് മാറിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്വർണം ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ കോയിനായിട്ടോ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ, അതായത് നമുക്കിപ്പോൾ ഈ വില കൂടുന്ന സമയത്ത് ജ്വല്ലറികളുടെ നല്ല തിരക്കാണ്. എപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുമ്പോൾ വീണ്ടും വില കൂടുന്നതിന് മുമ്പ് വാങ്ങാനുള്ള ഒരു തിരക്കുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് ആ സ്വർണത്തിൻ്റെ കൺസംഷൻ നമ്മൾ കുറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പവൻ ഇപ്പോൾ ഉണ്ട് 1,20,000 അല്ലെങ്കിൽ 1 ലക്ഷം, പണിക്കൂലി ഉൾപ്പെടെ 1,40,000 ഒക്കെ ആയിട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ആ വർദ്ധിക്കുന്ന സമയത്തും ഡിമാൻഡ് കുറയുന്നില്ലെന്നുള്ളതാണ്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വിദേശത്തു നിന്നും ഇന്ത്യയിലെത്തുന്നവർക്ക് കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ വില എന്ന നിബന്ധന മാറ്റിയിരുന്നു. അളവെന്നാക്കി പുനർനിർണയിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് 40 ഗ്രാമും പുരുഷന് 20 ഗ്രാമുമാണ് കണക്ക്. ഇതും നിലവിലെ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ആശ്വാസമാണ്. പ്രത്യേകിച്ചും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ആളുകൾ വെക്കേഷന് വേണ്ടി നാട്ടിലോട്ട് യാത്ര ചെയ്യുന്ന ഈ അവസരത്തിൽ അവർ ഇവിടുന്ന് സ്വർണം വാങ്ങി നാട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ അലൗഡ് കസ്റ്റം ലിമിറ്റിൻ്റെ ഉള്ളിൽ വാങ്ങി പോവുകയാണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് വലിയൊരു ലാഭം അവർ പർച്ചേസിൽ നേടാൻ സാധിക്കുന്നതാണ്. അത് ഇന്ന് ഷോറൂമുകളിൽ അതിന്റെ വലിയൊരു റിഫ്ലക്ഷൻ കണ്ടു തുടങ്ങി. സ്വർണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന കടുത്ത നടപടിയാണ് ഗൾഫ് സ്വർണത്തെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നത്. കണ്ണും പൂട്ടി സ്വർണം വാങ്ങാവുന്ന വിശ്വസ്ത വിപണിയാണ് ദുബായ് അടക്കമുള്ള ഗൾഫ് നഗരങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വരികയും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്താൽ കൂട്ടിയ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ കുറച്ചേക്കും. പക്ഷേ അതിന് എത്ര നാൾ കാത്തിരിക്കണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്നും സ്വർണം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കുറച്ചു കാലത്തേക്കെങ്കിലും ലാഭകരമായി തുടരും.